പിണറായി വിജയേട്ടോ, പണ്ടാണെങ്കിൽ കുഴപ്പമുണ്ടാകുന്നില്ല. അന്തം കമ്മികളായിട്ടുള്ള കുറെ കമ്മികൾ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നു. ഇപ്പൊ കുറെ എണ്ണത്തിന് അന്തം വെച്ചിട്ടുണ്ട്. എന്ത് പച്ച കളവാണ് ഇരുന്ന് പറയണത്. നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ലേ, അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവമെങ്കിലും കൊടുത്തൂടെ. നിങ്ങൾ അണികൾക്കൊരു റെസ്റ്റ് കൊടുക്കിങ്ങള്. കഴിഞ്ഞ വർഷം 5 കിലോ, ഞാനിത് പറയണില്ല, നിങ്ങളൊന്ന് കേട്ടു. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി ഓണക്കാലത്ത് നൽകാറുണ്ടായിരുന്നു. ഇത് 4 ആക്കി കുറച്ചു. അത് വിതരണവും മുടങ്ങി. എട്ടാം ക്ലാസ് വരെയും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 26 ലക്ഷം കുട്ടികൾക്ക് ഓരോരുത്തർക്കും 4 കിലോ അരി വീതം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. ഓരോരുത്തർക്കും 4 കിലോ അരി വീതം കുറച്ചു. ടിഷ്യൂ പേപ്പറിൽ വരെ എഴുതി കൊടുത്തിട്ടും അതിരുന്ന് വായിക്കണ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഒന്നും നടക്കൂല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ചവറ്റുകൊട്ടയ്ക്ക് വലിച്ചെറിഞ്ഞിട്ടും നിങ്ങളെ തെരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി അന്തം വന്ന കുറച്ച് ആൾക്കാര് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ആവണ്ടാന്ന് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ മുറവിളി കൂട്ടിയതൊക്കെ അതിന്റെയൊക്കെ റീസൺ ഇതാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇതൊക്കെ ഇത്ര ഭംഗിയിൽ പഴയ കാലൊന്നും അല്ലല്ലോ, കംപ്ലീറ്റ്ലി റെക്കോർഡിംഗ് ആണ് ഇപ്പോ. ഇതൊന്നും നോക്കാതെ ഇരുന്ന് വിളിച്ചു പറയാൻ എന്ത് ഉളുപ്പാണുള്ളതെന്ന് ആലോചിച്ചു നോക്കുന്നു. ഇത്രയും അനുഭവിച്ചിട്ടും ഇത്രയും മനസ്സിലായിട്ട് നിങ്ങളെ കമ്മികൾക്കൊന്ന് എവിടെയെങ്കിലും ഒരു അവസരം കൊടുക്കുക. കാരണം അതിന്റെ ന്യായീകരിച്ച് കുറെ എണ്ണം വിട്ടുപോയി. കാരണം അവർക്കിത് മനസ്സിലായി ഇത് ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എന്റെയൊക്കെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് ന്യായീകരിച്ച് തളർന്ന അവശതയായിട്ട് ഇരിക്കുന്ന ആൾക്കാർ. ഇടയ്ക്കൊരു ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. അത്രമാത്രമായിട്ട് പണിയെടുക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ വന്ന് വിളിച്ചു പറയണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? അവനവന്റെ നാടിനൊരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അവിടെ നിങ്ങൾ രാഷ്ട്രീയം കളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഒന്നും പറയാൻ കിട്ടണില്ല എനിക്ക്. പിന്നെ എന്താ ചെയ്യണത്? 3 മാസം കൊണ്ട് നല്ല കിടിലം ഭരണം കാഴ്ചവെക്കുന്ന സമയത്ത് നിങ്ങൾ നുണേശൻ ഗണേശൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഈ നുണറായി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 12 ഉപദേശകരെ തന്നിട്ട് പേപ്പറിൽ എഴുതി വായിക്കണ മാതിരിയല്ല. നിങ്ങൾ കണ്ടില്ല എപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ചോദിക്കുക, അതിന് നല്ല വൃത്തിക്ക് മറുപടി. അത് നല്ല ക്ലിയർ ആയിട്ട്, അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഉണ്ട്. നിങ്ങൾ എന്തെന്നെ പടച്ചു വിട്ടാലും ബുധനാഴ്ച കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കഴിഞ്ഞു. എന്തായാലും കമ്മികളെ, നിങ്ങളെ കാര്യം വല്ലാത്ത കഷ്ടട്ടോ. ഇപ്പത്തെ നിലവിലുള്ള കുറച്ച് കമ്മികൾ കേട്ടോ, അതായത് ന്യായീകരിച്ച് നിങ്ങളിനി എത്ര ഓവർ ടൈം പണിയെടുത്താലും ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളല്ലേ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സമ്മതിക്കണം.